ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്നൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പൊടിയരി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. നമ്മുടെ പൊടിയരി ഇവിടെ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ചെറിയ തീയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മൾ കുത്തരി വെച്ചും അതുപോലെ തന്നെ പുഴുക്കലരി വെച്ചും ഇതുപോലെ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി ടേസ്റ്റാണ് നമ്മുടെ ഈ പൊടിയരി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ. നമുക്കിത് ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ അരി മൂത്ത് പൊട്ടി വരണം. ആ ഒരു പരുവം വരെ ചെറു തീയിലിട്ടിട്ട് നമുക്കിതുപോലെ ചെയ്തു കൊടുക്കാം. ഇപ്പം നമ്മുടെ അരി ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുത്തരി ആണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും പൊട്ടി വരാനായിട്ട്. അപ്പം നമ്മുടെ അരിയെല്ലാം ഇവിടെ പൊട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ തണുപ്പിച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഏകദേശം ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്നുകൂടെ ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബോൾസായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെറിയ ബോൾസായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം ഏലക്ക പൊടിച്ചതൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള അരിയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ്സ് വഴി അറിയിക്കണേ. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ പ്രിയപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.